ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ രണ്ടാം പാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോയ്ക്ക് അപ്രതീക്ഷിതമായ സ്വീകാര്യതയാണ് ലഭിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഉച്ചാരണം, പ്രൊനൗൺസ്, ഉച്ചരിക്കുക, PRONOUNCE, പ്രൊനൗൺസ്, ഉച്ചരിക്കുക. ഇതിൻ്റെ നാമപദമാണ് മലയാളത്തിൽ ഉച്ചാരണം. അതിൻ്റെ ഇംഗ്ലീഷ് പദം ഏതെന്ന് ചോദിച്ചാൽ പലരും തെറ്റിച്ച് പറയാറുണ്ട് പ്രൊനൗൺസിയേഷൻ എന്ന്. അങ്ങനെ പറയാനുള്ള കാരണം പ്രൊനൗൺസ് എന്ന വാക്കിൻ്റെ എന്നിന് ശേഷം ഒരു ഓയുണ്ട്. ആ ഓ പ്രൊനൗൺസിയേഷനിലും ഉണ്ട് എന്നുള്ള ധാരണയിലാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ എന്നിന് ശേഷം ഓ ഇല്ല. അതായത് PRONOUNCIATION. അത് പ്രൊനൗൺസിയേഷൻ അല്ല, പിന്നെയോ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം. അടുത്തതായി, കേരളത്തിലുടനീളം തെറ്റായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകളുടെ ഉച്ചാരണങ്ങൾ. PARENTS, പാരൻസ് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നത പദവിയിലിരിക്കുന്നവരും പോലും ഇത് തെറ്റായിട്ടാണ് പറയുന്നത്. പാരൻസ് എന്ന് തെറ്റാണ്. എന്നെ ശ്രവിക്കുന്നവർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇന്നു മുതൽ അത് തിരുത്തി പേരൻസ് എന്ന് പറയണം. ഇനിയും പാരൻസ് എന്ന് പറഞ്ഞ് നമ്മളുടെ മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്യരുത്. They are our parents. അടുത്ത വാക്കാണ് DATA, ഡാറ്റ. തെറ്റാണ്. നമ്മൾക്ക് പറയാം ഡേറ്റ. ഡേ എന്നുപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡേറ്റ എന്നെങ്കിലും പറയുക, ബട്ട് നോട്ട് ഡാറ്റ. അടുത്തതായി, ഇംഗ്ലീഷിൽ ചില വാക്കുകൾ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ കാണും. അർത്ഥങ്ങൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഉച്ചാരണം മാറുന്നില്ല വാക്കിൻ്റെ. എന്നാൽ ഞാനിവിടെ ഒരു വാക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ ഉച്ചാരണം മാറുന്നതനുസരിച്ച് അർത്ഥം മാറുന്നതനുസരിച്ച് അതിൻ്റെ ഉച്ചാരണവും മാറും. Look at this word, BUFFET. BUFFET. ഇതിൻ്റെ ഒരു ഉച്ചാരണം ബുഫേ എന്നാണ്. BU എന്ന അക്ഷരങ്ങൾക്ക് ബു എന്നും അവസാനത്തെ ടി സൈലൻറ്റുമായിരിക്കും. ബുഫേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിരുന്നിനും മറ്റും നമ്മൾ സ്വന്തമായിട്ട് പ്ലേറ്റുമായിട്ട് എന്ന് വരിയായി ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കുക, അതാണ് ബുഫേ, നിങ്ങൾക്കറിയാം. അടുത്തത് BUFFETക്ക് ബഫറ്റ് എന്നൊരു ഉച്ചാരണം കൂടിയുണ്ട്. അതിൻ്റെ അർത്ഥം ശക്തിയായി ആഞ്ഞടിക്കുക. ഉദാഹരണത്തിന്
The city was buffeted by a strong wind this morning. ഞാൻ പറഞ്ഞത് ദിസ് മോർണിംഗ് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ടുഡേ മോർണിംഗ് ബിക്കംസ് ദിസ് മോർണിംഗ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ BUFFET, BU എന്ന അക്ഷരങ്ങൾക്ക് ബ എന്നും അവസാനത്തെ ടീക്ക് സൈലൻ്റ് അല്ല, അതിന് ശബ്ദമുണ്ട്. അങ്ങനെ അത് ബഫറ്റ് ആവുമ്പോൾ ആഞ്ഞടിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരും. ബുഫെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾക്കറിയാം, ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നേരത്തെ ഒരു സ്ഥലം കണ്ടുവച്ചിരുന്നു. അവിടെയാണ് മധുരപലഹാരങ്ങൾ കൊടുക്കുന്നത്. അവിടെ അതും കഴിച്ച് വീട്ടിൽ ചെന്ന് വിരുന്നിനെ പറ്റി ഒരു അഭിപ്രായം പറയും. ഉഗ്ര ശാപ്പാടായിരുന്നു. അത് കഴിഞ്ഞുള്ള ഡെസേർട്ട് അതിഗംഭീരമായിരുന്നു എന്നല്ല. ഡെസേർട്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അത് തെറ്റാണ്. ഭക്ഷണത്തിന് ശേഷം കിട്ടുന്ന മധുരപലഹാരങ്ങൾ ഡെസേർട്ടല്ല, ഇറ്റ്സ് ഡിസേർട്ട്. സ്പെല്ലിംഗ് DESSERT. DESSERT മധുരപലഹാരങ്ങൾ. പ്രൊനൗൺസിയേഷൻ ഡിസേർട്ട്. വേറൊരു ഡെസേർട്ട് ഉണ്ട്, അത് സിംഗിളസ്. DESCERT. DESCERT അർത്ഥം മരുഭൂമി. സോ DESCERT ഡെസേർട്ട് ഈസ് മരുഭൂമി. DESSERT ഡിസേർട്ട് ഈസ് മധുരപലഹാരം. നിങ്ങളെല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ? കഴിച്ചു. ഞാൻ കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ്. എന്നോട് ചോദിച്ചത് എന്താ കഴിക്കാൻ? ഞാൻ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റാണ്. ഫാസ്റ്റ് അതായത് ഉപവാസം ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അർത്ഥം ശരിയാണ്, അതാണ് അർത്ഥം. എന്നാൽ അതിൻ്റെ ഉച്ചാരണം പ്രഭാത ഭക്ഷണം എന്ന അർത്ഥത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബുഫേ കഴിഞ്ഞു, ഡിസേർട്ട് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ആവശ്യത്തിനുള്ള പോഷകമൂല്യങ്ങളൊക്കെ ശരീരത്തിലായി. ഈ കാര്യം ആവശ്യത്തിനായി. VITAMIN. VITAMIN. ഡോക്ടേഴ്സൊക്കെ വൈറ്റമിൻ എന്ന് പറയാറുണ്ട്, അത് അമേരിക്കൻ ഇംഗ്ലീഷാണ്. മറ്റേ വിറ്റാമിൻ എന്ന് പറയും. വീഡിയോയിലൊക്കെ ചിലർ വിറ്റാമിൻ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് വി സേ വിറ്റമിൻ. വിറ്റമിൻ. അവസാനമായി മലയാളത്തിലൊരു പഴഞ്ചൊല്ല് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നിത്യാഭ്യാസി ആനയെടുക്കും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഓരോരുത്തരുടെയും സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.